ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ കേട്ടോ കുട്ടി ഉറങ്ങുകയാണ്. അവൾ എണീച്ചിട്ടില്ല, കുറച്ച് കഴിയുമ്പോഴത്തേന് എണീക്കും കേട്ടോ. അവൾ പിന്നെ അധികം ഒന്നും ഇപ്പോൾ ഈ ചൂട് കാരണം രാവിലെ മാത്രമാണ് ഒന്ന് നല്ലപോലെ ഉറങ്ങുള്ളൂ. ഉച്ചയ്ക്കൊന്നും തന്നെ ഉറങ്ങാൻ പറ്റാണ്ട് കറണ്ടും ഇല്ലെങ്കിൽ നോക്കും വേണ്ട. അവൾ പെട്ടെന്ന് എണീക്കും ചെയ്യും, കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഏട്ടൻ പാലിനൊക്കെ പോയിട്ട് വന്നു. ചായയൊക്കെ വെച്ച് ഞങ്ങൾ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ചായക്ക് രാവിലെ കടിയൊന്നും ഉണ്ടാക്കാറില്ല, ഇപ്പോൾ സ്ഥിരമായിട്ടൊന്നും ഉണ്ടാക്കില്ല, എപ്പോഴെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഞങ്ങൾ ശിവരാത്രിയൊക്കെ അതിൻ്റെ കുറച്ച് പൊരി മുറുക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും അതൊക്കെ എടുത്തിട്ട് കഴിക്കുക കേട്ടോ. പിന്നെ രാവിലെ തന്നെ വെള്ളം വരും അപ്പോൾ ഇനി അലക്കാൻ വെള്ളം പിടിക്കണം. അപ്പോൾ റോഡ് കടയൊക്കെ കുറച്ച് നല്ല വെള്ളം കേട്ടോ. മേലത്തെ വീട്ടിൽ നിന്ന് മോട്ടർ ഇട്ടിട്ട് എന്താണെന്നറിയില്ല, കുറച്ച് വെള്ളമൊക്കെ അതിന് വന്നിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ വെള്ളം വെള്ളം പിടിക്കണം. ഇനി ഏട്ടൻ പിന്നെ ചായ പിടിച്ച് വന്നിട്ട് ഇത് വെള്ളം പിടിക്കുക ഈ അപ്പോഴത്തേന് ചായ കുടിച്ചോന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ അലക്കാനുള്ള തുണികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തരും കേട്ടോ. അപ്പോൾ ബാത്റൂമിൽ തലേദിവസം കുളിച്ചതിൻ്റെയൊക്കെ അലക്കാനുള്ളതൊക്കെ അവിടെ രാത്രി അങ്ങനെ അഴിച്ചിടുമല്ലോ, രാത്രി വണ്ടിയും കൊണ്ട് വന്നിട്ടൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഒന്നും ഓട്ടം ഉണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ നേരത്തെ വരും ഓട്ടമില്ലെങ്കിലൊക്കെ കേട്ടോ. ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ഓട്ടം. പകലന്തിയോളമൊന്നും ഓട്ടം ഉണ്ടാവില്ല. പിന്നെ കിട്ടണതാവട്ടെ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ രാത്രിയൊക്കെ കേട്ടോ ലോങ് ഓട്ടമൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോവാറ്. സമയമൊന്നും നോക്കാറില്ല ഏട്ടനി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറമേ കാണുന്നവർക്ക് ഇപ്പോൾ എന്തൊരു കുറവ്, വണ്ടീൻ്റെ സമയം ഓട്ടം ഉണ്ടാവും അങ്ങനെയൊക്കെ. ചിലപ്പോൾ അതിന് 100 കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 200 ചിലവായിരിക്കും. കാരണം കിട്ടുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും. അപ്പോൾ ഏതൊരു ഓട്ടോ തൊഴിലാളികളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കാരണം ലോൺ അടവുകളും കാര്യങ്ങളും വീട്ടിലത്തെ ചിലവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കൊന്നിനും തികയില്ല. കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയപ്പോൾ നമുക്കിപ്പോൾ 100 കിട്ടി വിചാരിച്ചോ, അപ്പോഴായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു 500 കിട്ടി വിചാരിച്ചോ, അപ്പം അതിന് ഇരട്ടിയായിരിക്കും ചിലപ്പോൾ ചിലവ് വരിക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ലൈറ്റ് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ടയർ പോയിട്ടുണ്ടാകും, കാറ്റ് പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അത് വെൽഡ് ചെയ്യാൻ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബൾബിൻ്റെ ഫീസ് പോയിട്ടുണ്ടാകും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഓരോരോ ഇതായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ എൻജിൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇതായിരിക്കും. അപ്പോൾ കിട്ടുന്നതൊക്കെ ചിലപ്പോൾ അതിൻ്റെ പകുതി മുക്കാലും നമുക്ക് അതിന് തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താണെന്നറിയോ, നമുക്ക് വീട്ടിലൊക്കെ പ്രായമായ ആൾക്കാരാണ്. അപ്പോൾ എന്തിനെങ്കിലുമൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊക്കെ ഒരു വണ്ടി വിളിച്ച് വരാനൊന്ന് വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാനോ ഒക്കെ കൊണ്ടുവരാനൊക്കെ ഒരു സൗകര്യമായാലോ വിചാരിച്ചിട്ടാട്ടോ ഇപ്പോൾ അത് കൊടുക്കാത്തതൊക്കെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി നോക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു രാശേട്ടൻ. അപ്പം ഇനി എന്തായാലും ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ദൂരെ പോയി നിന്ന് ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റിയൊരു സാഹചര്യമല്ല. വീട്ടിലത്തെ അമ്മയ്ക്കൊക്കെ പ്രായമായതായതുകൊണ്ട് അമ്മയ്ക്ക് തീരെ വയ്യാതൊക്കെ ഇരിക്കുക, സമയം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ വേണം. പിന്നെ അങ്ങനെ രാവിലത്തെ ഓരോരോ തിരക്ക് കിട്ടും. അപ്പോൾ ഞാനും അമ്മായിയും ഏട്ടനും, അമ്മായി കുറച്ച് വെള്ളമൊക്കെ പിടിച്ച് വെക്കുക കേട്ടോ, തിണ്ട് കഴുകാനും അതിനും ഇതിനൊക്കെ. അപ്പോൾ ഞാൻ അലക്കുന്നുണ്ടായിരുന്നു, അലക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഏട്ടന് പോവാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡിയായി പോവുക കേട്ടോ. അപ്പോൾ ഒന്ന് വർക്ക്ഷോപ്പ് പോകണം പറഞ്ഞിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ അതിൻ്റെ ലൈറ്റിന് എന്തോ ചെറിയ ഇതുണ്ട്, ബ്രേക്കിൻ്റെയും പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അതിന് പോകണം. പിന്നെ ധോനി ബേബിക്ക് അതാട്ടോ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അടുപ്പത്ത് വെച്ചത്. അമ്മായി അതൊക്കെ ആവത്തൊക്കെ നുറുക്കി വെച്ചിരുന്നു ചെറിയ അമ്മായിക്കുള്ളത്. പിന്നെ ഞാൻ വേഗം തീയൊക്കെ കത്തിച്ചു കേട്ടോ കഞ്ഞിക്കുള്ളത്. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയിട്ടാണ് അരിയൊക്കെ അടുപ്പത്തിടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒന്നും ചിലപ്പോഴേ വെക്കുള്ളൂ. അപ്പോൾ ഏട്ടനൊക്കെ ചോറ് കൊണ്ടുപോകാൻ, ഏട്ടൻ്റെ നൈറ്റൊക്കെ തീർന്നിരിക്കണു. അപ്പോൾ ഏട്ടന് ഹോസ്പിറ്റലിലേക്ക് ചോറ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ സമയമൊക്കെ ആകുമ്പോഴേ അരി അടുപ്പത്തിടുക കേട്ടോ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും വെക്കണമല്ലോ. ഏട്ടന് ഇന്ന് ചീര കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി കൊണ്ട് പോയപ്പോൾ ടൗണിൽ നിന്ന് ഇങ്ങനെ ചീര കണ്ടപ്പോൾ വിലക്കുറവിൽ കണ്ടപ്പോൾ 2 കെട്ട് മേടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്നോട് പോകുമ്പോൾ തന്നെ പറഞ്ഞു, പരിപ്പുണ്ടല്ലോ, പരിപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ചീരക്കറി വെക്കുകയെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, എന്നാൽ ചീരക്കറിയും വെക്കാമെന്നാൽ കുറച്ച് തേങ്ങയൊക്കെ അരച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പേരിയും വെക്കാമെന്ന് പറഞ്ഞു. പിന്നെ ചെറിയമ്മായി അവരൊന്നും ഇങ്ങനെയുള്ള തേങ്ങ അരച്ചുള്ള കറികളും അതൊന്നും കൂട്ടില്ല. പിന്നെ ഏട്ടൻ മാത്രം അങ്ങനെ കൂട്ടുള്ളൂ. പിന്നെ ചെറിയ അമ്മായിക്കുള്ളത് കറിയൊക്കെ വലിയമ്മായി വെക്കുന്നുണ്ട്. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ വെള്ളം ചൂടായി കുട്ടിക്ക് പിന്നെ കോറ വരകാനേ മധുരമൊക്കെ ഇടുക കേട്ടോ. അപ്പോൾ അതിന് അവൾ നല്ല കട്ട മധുരം ഇട്ടിട്ടുണ്ടെങ്കിൽ കഴിക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധുരം എന്താണെന്നറിയാം അവൾക്ക് പറ്റുന്നില്ല കേട്ടോ. അപ്പം ഞാനൊരു ലൈറ്റ് മധുരത്തിലാട്ടിട്ട് കൊടുക്കാറൊക്കെ. അപ്പോൾ അത് നല്ലതാണ്, അവൾ കഴിക്കുന്നുണ്ട്. പിന്നെ വേനലും അല്ലേ, വേനൽക്കാലം ആയതുകൊണ്ട് ചൂടാണെന്നൊക്കെ പറയുന്നു കേട്ടിരിക്കുന്നു കോറ. അപ്പം ഞാൻ കുറച്ചൊക്കെ ഇടാറുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ
നമ്മുടെ പണിയൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ച് പരിപ്പ് കറിയൊക്കെ ആയിട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഗ്യാസ് തന്നെ വേഗം പരിപ്പ് കറി ഉണ്ടാക്കി, ഉപ്പേരി ഉണ്ടാക്കിട്ടോ. അങ്ങനെ ഏട്ടൻ വന്നു, ചോറൊക്കെ കൊടുത്തു, അമ്മയ്ക്കും ചോറ് കൊടുത്തു, അമ്മയും കഴിച്ചു, ഞാനും കഴിച്ചു. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.